നമസ്കാരം. RJBC ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധ്യ ഇസ്രയേലിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും, താപനിലയിലെ ഇടിവും വെള്ളപ്പൊക്ക സാധ്യതയും. ഇന്ന് ശൈത്യകാലം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തും. ടെലവീവ് മുതൽ ആഷ്ദോദ് വരെയുള്ള മധ്യ തീരദേശ നഗരങ്ങളിൽ കനത്ത മഴയും ഗണ്യമായ വെള്ളപ്പൊക്കവും പ്രതീക്ഷിക്കുന്നു. കൂടാതെ വടക്ക് നെഗേവ് എന്നിവിടങ്ങളിൽ മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ജൂഡിയൻ മരുഭൂമിയിലും ചാവുകടൽ വാടികളിലും ഉച്ചകഴിഞ്ഞ് വെള്ളപ്പൊക്ക സാധ്യത നേരിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. താപനില സീസൺ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കുറയുന്നതായിരിക്കും. റമത് ഖാൻ അപ്പാർട്ട്മെന്റിൽ സ്ഫോടനവും തീപിടുത്തവും. മെറോം നെവ് പരിസരത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ഉണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ തീപിടുത്തവും കെട്ടിടത്തിന്റെ ഭാഗിക തകർച്ചയും ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഡ്രയർ സ്ഫോടനത്തിൽ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത് സർവീസ് ബാൽക്കണികൾക്കും കേടുപാട് വരുത്തിയെന്നും റിപ്പോർട്ടുണ്ട്. MDMഉം പോലീസും പ്രതികരിച്ചു. ആർക്കും പരിക്കില്ല. അധികൃതർ സാഹചര്യങ്ങൾ അന്വേഷിക്കുന്നു. നെതന്യാഹ്ക്കും ഹൈഫയ്ക്കും ഇടയിൽ കനത്ത മഴ പ്രതീക്ഷിക്കുന്നു. വരും മണിക്കൂറുകളിൽ നെതന്യാഹ്ക്കും ഹൈഫയ്ക്കും ഇടയിൽ കനത്ത മഴ വീണ്ടും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ തലവൻ ഡോക്ടർ അമീർ ഗിർവതി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ദിവസത്തിന്റെ ഏറ്റവും ഉയർന്ന മഴ കഴിഞ്ഞുപോയെന്നും ഇന്ന് രാവിലെ ഉണ്ടായ സമാനമായ വെള്ളപ്പൊക്കം പ്രതീക്ഷിക്കുന്നില്ല എന്നും ഇനി അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊടുങ്കാറ്റ് ആരംഭിച്ചതിനു ശേഷം ആഷ്കലോണിൽ 90 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തുകയുണ്ടായി. ടെല്ലവീവിലെ ബാൽക്കണി തകർന്ന് ഒരാൾക്ക് നേരിയ പരുക്ക്. ഗുസൻബർഗ് സ്ട്രീറ്റിലെ ഒരു ബാൽക്കണി തകർന്നു വീണു. ഒരു താമസക്കാരനെ മിതമായ അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. കെട്ടിടം പോലീസ് പരിശോധിച്ചു. കാഴ്ചക്കാരെ ഒഴിവാക്കി ഘടന വിലയിരുത്താൻ ഒരു മുനിസിപ്പൽ എഞ്ചിനീയറെ വിളിച്ചുവരുത്തി. ട്രംപിനോട് BBC ക്ഷമാപണം നടത്തിയതിനെ UK സാംസ്കാരിക സെക്രട്ടറി പിന്തുണച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം എഡിറ്റ് ചെയ്തതിന് BBC അദ്ദേഹത്തോട് ക്ഷമാപണം നടത്തിയത് ശരിയാണെന്ന് UK സാംസ്കാരിക സെക്രട്ടറി ലിസ നാൻഡി പറയുകയുണ്ടായി. പ്രക്ഷേപകൻ ഉയർന്ന മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും ചെയർ പ്രസിഡന്റിനോട് ക്ഷമാപണം നടത്തിയെന്നും സമ്മതിച്ചു. അന്തരിച്ച മെനി ഗൊദാദിന്റെ മൃതദേഹം തിരികെ നൽകുന്നതിനു പകരമായി ഇന്ന് 15 ഗാസ തീവ്രവാദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ ഗാസ മുൻപിലേക്ക് കൈമാറുകയുണ്ടായി. ഇതുവരെ ഇസ്രായേൽ 330 ഗസക്കാരുടെ മൃതദേഹങ്ങൾ മുൻപിലേക്ക് തിരിച്ചയച്ചു. ഗസയിലെ പലസ്തീനികളുടെ സ്ഥിതി കൂടുതൽ വഷളാകുന്നത് കനത്ത മഴയും തണുപ്പും കാരണമാണ്. ആയിരക്കണക്കിന് പഴയ ടെന്റുകൾ ഇപ്പോൾ തകർന്നു വീഴാനും വെള്ളപ്പൊക്ക ഭീഷണിയിലുമാണ്. അപകടകരമായ കാറ്റിനും അസ്ഥിരമായ ബോംബാക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കും ജലനിരപ്പ് ഉയരുന്നതിനും തയ്യാറാകണമെന്ന് സിവിൽ ഡിഫൻസ് സംഘങ്ങൾ കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ശരിയായ ഷെൽട്ടറുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവം ഈ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുന്നു. സ്വന്തം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുന്നോക്കം കൊടുക്കുന്നതിനു പകരം ഹമാസ് റോക്കറ്റുകളും തുരങ്കങ്ങൾ, യുദ്ധം എന്നിവ തിരഞ്ഞെടുക്കുന്നതിന് ദീർഘകാല പ്രത്യാഘാതങ്ങളെ ഈ സാഹചര്യങ്ങൾ എടുത്തു കാണിക്കുന്നു. വർഷങ്ങളായി ഭവനങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ അടിയന്തര ഷെൽട്ടറുകൾ എന്നിവയ്ക്ക് പകരം കോടിക്കണക്കിന് രൂപ ഭീകരതയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നതിനായി നിക്ഷേപിക്കപ്പെട്ടു. ഇപ്പോൾ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ സാധാരണക്കാർ ഹമാസിന്റെ മുൻഗണനകൾക്ക് വില നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഗസയിൽ ഓരോ തവണ മഴ പെയ്യുമ്പോഴും ഈ യാഥാർത്ഥ്യം ദാരുണ്യമായി വ്യക്തമാക്കുന്നു. ബൊക്ക താഴ്വരയിലും ബെയ്റൂട്ടിലും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾക്കെതിരായ വ്യോമാക്രമണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലെബനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ പരിമിതമായ ആക്രമണം നടത്തുവാൻ തയ്യാറെടുക്കുകയാണ്. 10,000-കണക്കിന് ഹ്രസ്വ ഇടത്തരം റോക്കറ്റുകളും ആയിരക്കണക്കിന് കൃത്യതയുള്ള മിസൈലുകളും ഹിസ്ബുള്ളയുടെ കൈവശമുണ്ട്. കഴിഞ്ഞ സംഘർഷത്തിനു ശേഷം ആയിരക്കണക്കിന് ഡ്രോണുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ലിതാനി നദിയുടെ തെക്ക് ഭാഗത്ത് ഗ്രൂപ്പ് റോക്കറ്റ് ലോഞ്ചറുകൾ വീണ്ടും വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ അതിന്റെ അൽ റിവാൻ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റ് ഇസ്രായേൽ അതിർത്തിയിൽ റെയ്ഡുകൾ നടത്താനുള്ള കഴിവ് ഭാഗികമായി പുനഃസ്ഥാപിച്ചു. സിറിയയുടെ തലസ്ഥാനമായ മെസ്സയിൽ 3 സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദമാസ്കസിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദമാസ്കസിലെ സ്ഫോടനങ്ങൾ മസൈ 86 അയൽപക്കത്തു നിന്ന് അജ്ഞാതമായ സാഹചര്യങ്ങൾ മൂലമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദമാസ്കസിലെ മസൈ 86 അൽ റഹ്മാൻ പള്ളിക്ക് സമീപം നടന്ന ഒരു കൊലപാതക ശ്രമത്തിൽ നിന്നാണ് സ്ഫോടനമുണ്ടായതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. പ്രദേശം
കനത്ത സുരക്ഷാ വിന്യാസത്തിലാണ് ചുറ്റുമുള്ള നിരവധി റോഡുകൾ അടച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി എല്ലാവരും RJBC ഫോളോ ചെയ്യുക. ഷബാഷ് ഷലോം. ഗുഡ് നൈറ്റ്.